നമുക്ക് അറിയാവുന്ന ഒരു സെൻസസ് പ്രകാരം നമ്മുടെ ഗാലക്സിയിലെ ഏറെക്കുറെ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് സൂര്യൻ. അതിന് ചുറ്റും ഏറെ 10 ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഗാലക്സിയിൽ ഏറെക്കുറെ 1,00,000 കോടി ഗ്രഹങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഏറെക്കുറെ 10,000 കോടി ഗാലക്സികൾ ഒന്ന് മാത്രം. അപ്പം അത്രയും ഏറെക്കുറെ 10⁻23 ഒന്നിന് ശേഷം 23 പൂജ്യങ്ങളുള്ള അത്രയും ഗ്രഹങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടാവണം. ഇത്രയും ഗ്രഹങ്ങളിലേക്കൊക്കെ ജീവൻ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമുക്ക് എങ്ങനെ അറിയാം ഇത് സാധ്യമാണ് എന്നുള്ളതും അതുണ്ട് എന്നുള്ളത് 2 ചോദ്യമാണ്. അല്ലേ, അതുണ്ടോ എന്നുള്ളതിന് പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിലുള്ള ഈ പറഞ്ഞ എക്സോ പ്ലാനറ്റ് സ്റ്റഡീസ് മുഴുവൻ ചേർക്കുന്നത് ഭൗമ സമാനമായിട്ട് സാഹചര്യങ്ങൾ വേറെ ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് തീർച്ചയായും ഒരു സാധ്യതയാണ്, വളരെ വളരെ ഇൻട്രൂവിംഗ് ആയിട്ടുള്ള പോസിബിലിറ്റിയാണ്. പക്ഷെ ഇത് ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ മാത്രമുള്ള തെളിവുകളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല.